ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ച് നാളുകളായി വലിയ രൂപത്തിൽ സിനിമ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. ഇപ്പം ഒരു യുവാവ് ഐ ആം സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും. സ്വാഭാവികമാണ്, അത് വേഗം വൈറലാകും. പക്ഷേ അവരെ നമുക്ക് സുഡാപ്പികളാണ് എന്നൊന്നും പറയാൻ പാടില്ല. അവരവരെ കുറിച്ച് പറയും, പക്ഷെ നമ്മൾ പറഞ്ഞാൽ നമുക്കെതിരെ കേസ് വരും. ഒരു സിനിമയിലൊക്കെ അഭിനയിക്കും. ആ സിനിമകളിലൊക്കെ പല നടന്മാരും നക്സലൈറ്റുകളെയും തീവ്രവാദികളെയും ഒക്കെ പാവത്താന്മാരായിട്ട് ചിത്രീകരിക്കും. നമുക്കത് പറയാൻ പാടില്ല. അവർ സിനിമകളിലൊക്കെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പരിഹസിക്കും. എന്നിട്ട് അവരൻ്റെ മതത്തെ സംബന്ധിച്ച് ശരിക്കും അനാവശ്യങ്ങള്, വിമർശനങ്ങള്, ഇല്ലാ കഥകളൊക്കെ പ്രചരിപ്പിക്കും. അതൊന്നും തിരിച്ചു പറയാൻ പാടില്ല. എന്നാൽ ഉള്ള രൂപത്തിൽ ഇവിടെ ഈ കേരളക്കരയിൽ നടന്ന ചരിത്രങ്ങൾ ഒപ്പിയെടുക്കുന്ന വാരിയംകുന്നന്റെ ചരിത്രം മലബാർ ലഹളയെ സിനിമയാക്കിയാൽ വലിയ പ്രശ്നമാണ്. കാശ്മീർ ഫയൽസ് സിനിമയാക്കിയാൽ അതിനേക്കാളേറെ പ്രശ്നമാണ്. ഇവിടെ കാശ്മീരിൽ എന്താണ് സംഭവിച്ചത്, കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പുറം ലോകം അറിയരുത്. തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അധികാരിയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ കേരളത്തിലെ ഹിന്ദുക്കളോട് ഇവിടത്തെ മുസ്ലിം ജനത എന്താണ് ചെയ്തത് എന്ന് ഒരു കാലത്തും ജനങ്ങൾ അറിയരുത്. ലോകമറിയാത്ത ചരിത്രമായിരിക്കണം അത്. ദി റിയൽ കേരള സ്റ്റോറി എന്താണ് എന്ന് ജനങ്ങൾ അറിയരുത്. കേരളം ഏത് രൂപത്തിലാണ് ലവ് ജിഹാദിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും കടന്നു പോകുന്നത് എന്ന് ജനങ്ങൾ അറിയരുത്. കേശു ഈ വീടിന്റെ നാഥൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സിനിമ എടുത്തോ, കുഴപ്പമില്ല. ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും എത്ര തന്നെ വിമർശിച്ചാലും ശരി, ആ സിനിമ എത്ര കണ്ട് വിജയിപ്പിക്കാം എന്ന് നമ്മൾ പരിശോധിക്കും, എന്ന് നമ്മൾ റിസർച്ച് ചെയ്യും. അങ്ങനെ ഇന്നലെ വരെ ഹറാമായിരുന്ന കലകളെ എല്ലാം, സിനിമയായിരുന്നാലും സംഗീതമായിരുന്നാലും അഭിനയമായിരുന്നാലും, ഇതിനെയൊക്കെ നമ്മൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അങ്ങ് ഹലാലാക്കി മാറ്റും. ഇപ്പോ വീണ്ടും അമരൻ എന്ന സിനിമ വിവാദമാകുകയാണ്. അമരൻ എന്ന സിനിമയ്ക്കെതിരെ വിവാദമുയരുന്ന പശ്ചാത്തലത്തിൽ ചിത്രം സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത് വരികയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ഗുജറാത്ത് കലാപത്തെ ഡിപ്പെൻഡ് ചെയ്ത് BBC ഇറക്കിയ ഒരു ഡോക്യുമെന്ററിക്ക് എന്തുമാത്രം സ്വീകാര്യതയാണ് ഈ കേരളക്കരയിൽ ലഭിച്ചത്. നമ്മുടെ രാജ്യം ഒരിക്കൽ ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു. അവരെയും കടത്തി വെട്ടി നമ്മൾ എല്ലാ മേഖലയിലും കുതിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇറക്കിയ ഒരു ഡോക്യുമെന്ററിക്ക് നമ്മുടെ രാജ്യത്ത് വേണ്ടത്ര രൂപത്തിൽ സ്വീകാര്യത ലഭിക്കുമ്പോൾ ആരാണ് രാജ്യവിരുദ്ധതകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയണ്ട. പുറത്തുള്ള വെള്ളം ഒരിക്കലും കപ്പലിനെ മുക്കില്ല, അകത്തുള്ള വെള്ളമായിരിക്കും കപ്പലിനെ മുക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ പുറത്തുള്ള ശത്രുക്കളെ നമ്മൾ രണ്ടാമത് നോക്കിയാൽ മതിയാകും. അവരെ സൈനികര് നോക്കിക്കൊള്ളും. അകത്തുള്ള ശത്രുക്കളെ ആയുധം കൊണ്ട് കീഴടക്കാൻ കഴിയില്ലല്ലോ, സ്വന്തം ജനത തന്നെയല്ലേ. അതുപോലെയാണ് ഇവിടെ. ഈ രാജ്യത്തിനകത്താണ് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധർ ഉൾക്കൊള്ളുന്നത്. ഇപ്പോ കാശ്മീരിനെയും മുസ്ലിം വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്നു എന്നാരോപിച്ച് SDPI എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് BJP ചിത്രം കലാലയങ്ങളിൽ പ്രദർശിപ്പിക്കും എന്ന് പറയുന്നത്. കാശ്മീരിൽ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് അമരൻ. പുതിയ തലമുറയിൽ ദേശസ്നേഹം വളർത്താൻ സിനിമ ഉപകരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ BJP ആവശ്യപ്പെടുന്നത്. സിനിമയെ എതിർക്കുന്നവർ രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും എതിരാണ്. സംസ്ഥാനത്തുടനീളം സിനിമ പ്രദർശിപ്പിക്കാൻ സർക്കാർ ക്രമീകരണം ചെയ്യണമെന്നാണ് BJP സംസ്ഥാന വക്താവ് ANS പ്രസാദ് ആവശ്യപ്പെടുന്നത്.
അതേസമയം മുസ്ലിം വിരുദ്ധത ആരോപിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാവായ കമൽഹാസന്റെ കോലം SDPI കത്തിച്ചു. 150ഓളം SDPI പ്രവർത്തകർ ചെന്നൈ ആൽവാർപേട്ടിലെ രാജ്കമൽ ഓഫീസിന് മുന്നിലെത്തി ചിത്രത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഓഫീസിന് സുരക്ഷ ശക്തമാക്കി. തമിഴ്നാട് സർക്കാർ സിനിമയെ പിന്തുണയ്ക്കരുത് എന്നും ഉടൻ നിരോധിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു. ദി കേരള ഫയൽസ്, ദി കേരള സ്റ്റോറി എന്ന സിനിമ, അതിനെതിരെ ഒരുപാട് തിയേറ്ററുകളാണ് ബഹിഷ്കരണവുമായി രംഗത്ത് വന്നത്. അതുപോലെ തന്നെയായിരുന്നു പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന മലബാർ കലാപത്തിന്റെ ചരിത്രം ഒപ്പിയെടുത്ത അലി അക്ബർജി സംവിധാനം ചെയ്ത സിനിമയുടെയും അവസ്ഥ. ദി കാശ്മീർ ഫയൽസിന്റെ അവസ്ഥയും അത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ റിയൽ ആയിട്ടുള്ള ഈ കേരളത്തിന്റെ ആയിരുന്നാലും സ്വതന്ത്ര ഭാരതത്തിന്റെ ആയിരുന്നാലും ഹിസ്റ്ററി ഒപ്പിയെടുക്കുന്ന സിനിമകൾ എടുക്കാൻ സംവിധായകർ പോലും ഭയക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എല്ലാം ബിസിനസ്സായി മാറുന്നു. വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യ മേഖലകളാണെങ്കിലും രാഷ്ട്രീയം പിന്നെ പറയണ്ട, സിനിമയും ഒരു വൻ വ്യവസായമാണ്. മുമ്പ് കഴിഞ്ഞ ഇടയ്ക്ക് അൻവർ തരംഗം സൃഷ്ടിച്ച ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയല്ലോ. അൻവർ നടത്തിയ ഒരു റോഡ് ഷോയിൽ ആളെ കൂട്ടാൻ വേണ്ടി എത്തിച്ച ആളുകളിൽ സിനിമയിലെ എമ്പാടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇവരെ ദിവസ ശമ്പളത്തിനാണ് റാലിക്ക് എത്തിച്ചത്. ഒരു മലയാളം ചാനലുമായി സംസാരിക്കുന്നതിനിടെ ചില സ്ത്രീകളാണ് ഇത് നിഷ്കളങ്കമായി വെളിപ്പെടുത്തിയത്. ഏജന്റ് പണം നൽകുന്നതിനനുസരിച്ചിട്ടാണ് റാലിക്ക് എത്തിയതെന്ന് ഇവർ വെളിപ്പെടുത്തി. ഒരു ഗ്രൂപ്പിൽ 15 പേരാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ നിരവധി ഗ്രൂപ്പുകളായി റാലിക്ക് എത്തിയിട്ടുണ്ടെന്നും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട്. വീഡിയോ പുറത്തു വന്നതോടെ ആളെ കൂട്ടി കരുത്ത് തെളിയിക്കാൻ അൻവർ MLA പണം ഒഴുക്കുന്നു എന്ന ആരോപണത്തിന് കാമ്പ് കൂട്ടി. മാത്തൂരും പിരായിരിയും കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോ നടത്തിയത്. സ്ത്രീകളുടെ തുറന്നു പറച്ചിൽ അൻവറിനെതിരെയുള്ള തെളിവുകളുമായി. എത്ര കാലമായി അൻവറിന്റെ പാർട്ടിയിലുണ്ട് എന്ന ചോദ്യത്തിന് കുറച്ച് കാലമായെന്നും വേറെ ഷൂട്ടിങ്ങിനൊക്കെ പോകാറുണ്ടെന്നുമായിരുന്നു സ്ത്രീയുടെ മറുപടി. ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെന്നും ഏജന്റ് വിളിച്ചിട്ടാണ് വരുന്നതെന്നും അവര് പറഞ്ഞു. കൊടുവായൂരിൽ നിന്നാണ് വരുന്നത്, വേറെ ഷൂട്ടിങ്ങിനൊക്കെ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലനടയിലും അഭിനയിച്ചിട്ടുണ്ട്, 500 രൂപ മുതൽ 600 രൂപ വരെ പ്രതിഫലമായി കിട്ടാറുണ്ടെന്നും ഇവര് പറഞ്ഞു. എന്ത് പെട്ടെന്നാണ് ഇന്നലെ വരെ ഹറാമായ ഒരു മേഖല ഇവരുടെ ബിസിനസ് വളർത്താൻ, ഇവരുടെ പാർട്ടി വളർത്താൻ, ഇവരുടെ മതം വളർത്താൻ ഹലാലായി മാറുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം. എന്ത് ഹലാലാകണം, എന്ത് ഹറാമാകണം ഇവരാണ് തീരുമാനിക്കുന്നത്. അതിന്റെ അതോറിറ്റി ഇവര് തന്നെയാണ്. സിനിമയിൽ അഭിനയിക്കുന്ന എത്ര പേരെ മുസ്ലിം പള്ളിയിൽ നിന്നും മഹല്ലിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അവരുടെ കൂടി ഫണ്ട് വാങ്ങിയിട്ടാണ് ഇവർ പള്ളിക്ക് ടൈലിടുന്നത്, AC വെക്കുന്നത് പള്ളിയിൽ, കബറടക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്, മസ്ജിദുകൾ കെട്ടിപ്പൊക്കുന്നത്, അറബി മത ഇസ്ലാമിക സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. ഗൾഫ് പണത്തിന്റെയും സിനിമാ മേഖലയിലും ചില വ്യവസായികളുടെയും ഒക്കെ പണങ്ങളാണ് അവിടെ വന്ന് കുമിഞ്ഞുകൂടുന്നത്. അപ്പൊ പിന്നെ അവരെ മതത്തിൽ നിന്നും പുറത്താക്കാൻ പറ്റുമോ? അവരെ പിന്നെ ഹലാലാക്കിയല്ലേ പറ്റൂ. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബിസിനസ് ജിഹാദ്. നന്ദി.